മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർ ചികിത്സയ്ക്കായി ഡോക്ടർ അരുൺ സഖറിയയും സംഘവും അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. മുറിവേറ്റ കാട്ടാനയ്ക്ക് അരികിൽ ഡോക്ടർ അരുൺ സഖറിയയും സംഘവും ഇപ്പോൾ ഉണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, അരുൺ സഖറിയൻ സംഘവും ആനയ്ക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവരുടെ നീക്കം? ഈ ആനയെ പിടികൂടാൻ ഉള്ള നീക്കമാണോ നടത്തുന്നത്? ുണ്ട് ആനയ്ക്ക് തൊട്ടടുത്ത് തന്നെ അരുൺ സഖറിയയ്ക്കൊപ്പം നമ്മളും ഉണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരം ആദ്യം നമ്മൾ നിന്നിരുന്ന ഭാഗത്തു നിന്നും അവിടെ നിന്ന് ആന റോഡിലൂടെ തന്നെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. PCKയുടെ ഇവിടെ വെറ്റിലപ്പാറയിലുള്ള ചെക്ക് പോസ്റ്റിൽ താണ്ടിയാണ് ആന മുന്നോട്ട് വന്നിരിക്കുന്നത്. ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള PCKയുടെ ഓഫീസ് വഴി പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് തോട്ടത്തിലേക്ക് വീണ്ടും കടന്ന് ജനവാസ മേഖലയിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രദേശങ്ങളിലൂടെ തന്നെ ആനയുണ്ട്. ഇപ്പോൾ ഡോക്ടർ അരുൺ സഖറിയയും സംഘവും ഇവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് തൊട്ടരികിൽ ഏകദേശം ഒരു 200 മീറ്റർ അകലെ ആനയുണ്ട്. ആനയെ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത്. നേരത്തെ കോർഡിനേറ്റർ കൂട് പരിശോധിച്ചതിന് ശേഷം ആനയുടെ ആരോഗ്യാവസ്ഥ അടക്കം കണ്ടെത്തുന്നതിനായി നിരീക്ഷിക്കുന്നതിനും മറ്റുമായി ഡോക്ടറും സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ആനയുടെ നീക്കങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് ആനയെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുക. ഏതായാലും ഡോക്ടറും സംഘവും ഇവിടെ തന്നെയുണ്ട്. ആനയെ ഏറ്റവും ക്ലോസ് റേഞ്ചിൽ നിന്ന് നിരീക്ഷിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള റോഡുകൾ, അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റോഡുകൾ, കാലടി പ്ലാന്റേഷനിലേക്കും അതോടൊപ്പം തന്നെ മലയാറ്റൂർ മേഖലയിലേക്കുമുള്ള റോഡുകൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എസ്റ്റേറ്റ് തൊഴിലാളികളടക്കമുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളടക്കമുള്ള ആളുകൾ ഡോക്ടറെ സഹായിക്കാനായി ദൗത്യ സംഘത്തിനൊപ്പമുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. വാഴച്ചാൽ DFO അടക്കമുള്ള ആളുകൾ മറുവശത്ത് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. നിലവിൽ ഈ ഒരു കാട്ടുകൊമ്പനാണ്, അപകടകരമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ഭാഗത്തേക്കുമുള്ള വാഹനങ്ങളടക്കം നിയന്ത്രിച്ചുകൊണ്ട് ആനയെ ഈ ഒരു ഏറ്റവും അടുത്ത് നിന്ന് നിരീക്ഷിച്ച് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുകയാണ് ഡോക്ടറും സംഘവും. ഇപ്പോൾ ആന ഈ പ്രദേശത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിനെ പിന്തുടരുന്നതിന് വേണ്ടി ഫോറസ്റ്റിൻ്റെ തന്നെ പ്രത്യേക വാഹനത്തിൽ ഡോക്ടറും സംഘവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടു കൂടിയാണ് അദ്ദേഹം നീക്കങ്ങൾ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആനയെ കണ്ടെത്തി നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ആനയെ നിരീക്ഷിച്ചതിന് ശേഷം അതിൻ്റെ ചികിത്സാ നടപടികളെക്കുറിച്ചും നിലവിലെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുമൊക്കെ ഡോക്ടർക്ക് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഈ ദൗത്യ സംഘത്തിനൊപ്പം യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നമ്മളടക്കമുള്ള മറ്റുള്ള ആളുകളെല്ലാവരും തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി ആ പ്രദേശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും നമ്മൾ ഈ കാണിക്കുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിൽ ആനയെ വളരെ വ്യക്തമായി അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ എല്ലുകളൊക്കെ എഴുന്ന് നിൽക്കുന്നുണ്ട്. അങ്ങ് വല്ലാതെ മെലിഞ്ഞ് വല്ലാത്ത ഒരു ആരോഗ്യാവസ്ഥയിലാണ്, ഗുരുതരമായ ഒരു ആരോഗ്യസ്ഥിതിയാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അല്ലേ? തീർച്ചയായും ലക്ഷ്മി, നമ്മൾ കഴിഞ്ഞ ആഴ്ച ആദ്യഘട്ട ദൗത്യം പൂർത്തീകരിച്ചത് ജനുവരി 24-ലാണ്. അന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങളിലെ ആനയുടെ ശരീരഘടനയിലും ആരോഗ്യാവസ്ഥയിലും ഒട്ടേറെ വ്യത്യാസം വന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. ആന മെലിഞ്ഞിട്ടുണ്ട്, ആനയുടെ മുറിവിൽ വലിപ്പം വർദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആനയെ സംബന്ധിച്ചുകൊണ്ട് അതിൻ്റെ ആരോഗ്യാവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമുണ്ട്. അത് ഡോക്ടറും പ്രാഥമികമായി നടത്തിയ പരിശോധനകളിൽ തൃശ്ശൂരിൽ തന്നെയുള്ള വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് നടത്തിയ പരിശോധനയിലും വ്യക്തമായതാണ്. ആന കൂടുതൽ അവശനായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ആനയ്ക്ക് ഇത്തരമൊരു അവസ്ഥയിൽ സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകുന്നത് എത്രമാത്രം ഈ ദൗത്യത്തെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഡോക്ടർ അരുൺ സഖറിയ നേരിട്ട് പോയി ആനയെ നിരീക്ഷിച്ച് ഏത് നിലയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മൾ നിന്ന പ്രദേശത്ത് ഒരു 5 മിനിറ്റ് മുൻപ് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആന ഇതേ പ്രദേശത്ത് വഴി തന്നെ
മുന്നോട്ട് പോയിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു വയൽ പ്രദേശമാണ് ഉള്ളത്. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ തന്നെ വെള്ളം ഒഴുകി വരുന്ന, നീരുറവ ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ള ഒരു ചതുപ്പ് നിലം കൂടിയാണ്. ആന അവിടെ തങ്ങാറുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളും പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികളും ജീവനക്കാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആന അവിടെ നിലയുറപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുവഴി പുഴയോരത്തേക്ക് കടക്കാനുമുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്കാണ് ഡോക്ടറും സംഘവും ഇപ്പോൾ പോയിരിക്കുന്നത്. അദ്ദേഹം തിരികെ എത്തി മടങ്ങി വന്നതിന് ശേഷം മാത്രമാകും എന്തായിരിക്കും ഇക്കാര്യത്തിൽ ചെയ്യേണ്ട നടപടികളെന്നടക്കം തീരുമാനിക്കപ്പെടുക. കോടനാട്ടെ ആനക്കൂട് പരിശോധന നടത്തിയിരുന്നു. ആനക്കൂട് പരിശോധന നടത്തിയതിന് ശേഷമാണ് ഡോക്ടർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ കൂട് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹമോ DFIO പ്രതികരിച്ചിട്ടില്ല. അതിനുശേഷം മറ്റു നടപടികൾ കൂടി ആലോചിച്ചായിരിക്കും തീരുമാനമൊക്കെ. അദ്ദേഹം RRP സംഘം കൂടി ഇപ്പോൾ ആനയ്ക്കരികിലേക്ക് പോവുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. RRP സംഘം കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഡോക്ടറെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇവരും ആ പ്രദേശത്തേക്ക് പോകുന്നത്. ഏതായാലും മറ്റു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും CCF അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് DFIയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അവർ കൂടി എത്തിയതിനു ശേഷം മറ്റു നടപടികൾ സംബന്ധിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിൻ്റെ എല്ലുകളൊക്കെ എഴുന്നു നിൽക്കുന്നത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും മെലിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ആ ചികിത്സ കൊടുക്കുമ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിലെ ആനയല്ല ഇപ്പോഴുള്ളത്. അത്രയധികം മെലിഞ്ഞിട്ടുണ്ട്. അവശനാണ് ആന. അത് പൂഴിമണ്ണ് വാരിയിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ മസ്തകത്തിലെ മുറിവിലേക്ക്. ആ മുറിവിൽ നിന്ന് ചലവും പുഴുവുമൊക്കെ ഒലിക്കുന്ന, പുറത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ആസിഫ് മുഹമ്മദ് കൂടി ചേരുകയാണ് മലയാറ്റൂരിൽ നിന്നും. ആസിഫ്, ആനയെ പിടികൂടി കൂട്ടിലാക്കി ചികിത്സ നൽകാം എന്നുള്ള ഒരു പദ്ധതിയിലേക്കാണ് നീങ്ങുന്നത്. ഈ ആനക്കൂടിൻ്റെ ബലപരിശോധനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു നീക്കമല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ അരുൺ സക്കറിയോടും സംഘത്തോടുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? തീർച്ചയായും ഇന്ന് രാവിലെ അരുൺ സക്രിയ നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആനക്കൂടിൻ്റെ ഒരു ബലം പരിശോധിക്കണമെന്നുള്ളതാണ്. JCB ഉപയോഗിച്ചുകൊണ്ട് ആനക്കൂടിൻ്റെ ബലം പരിശോധിച്ചതിൽ പൂർണ്ണ തൃപ്തിയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു മരക്കഷ്ണമോ മറ്റോ മാറ്റേണ്ട സ്ഥിതി ഉണ്ടോ എന്നുള്ള ഒരു കൂടുതൽ പരിശോധനകൾ വേണ്ടി വരുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വനവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. DFOയും വാഴച്ചാൽ DFOയും ഇത് സംബന്ധിച്ച് രാവിലെ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ആ പരിശോധന കുറച്ചും കൂടി ഒന്ന് തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനയ്ക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഈ വെടിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുക. കാരണം ഒരു 1.5 ആഴ്ച മുമ്പ് മയക്കുവെടി വെച്ച ആന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനിയും തുടർച്ചയായി മയക്കുവെടി നൽകുന്നത് ഒരു പക്ഷേ അത് ആനയുടെ ജീവനെ അടക്കം ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും വീണ്ടും മയക്കുവെടി വെക്കുന്ന കാര്യത്തിലടക്കം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. പക്ഷേ ഇനി ആനയെ സ്വാഭാവികമായും മയക്കുവെടി വെച്ച് ആനയെ ഇത്തരത്തിൽ ആനത്തൊട്ടിലെത്തിക്കാതെ ചികിത്സ നൽകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ നൽകിയതുപോലെ വനത്തിനുള്ളിൽ വെച്ച് തന്നെ ചികിത്സ നൽകാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ തവണ ആ മുറിവ് പൂർണ്ണമായും അത് ക്ലീൻ ചെയ്ത് അവിടെ മരുന്നടക്കം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ ചികിത്സ നൽകിയത്. പക്ഷേ ആ ചികിത്സയ്ക്ക് ശേഷം തന്നെ അരുൺ സക്രിയ പറഞ്ഞിരുന്നു 50% സാധ്യത മാത്രമേ ഉള്ളൂ ആ ചികിത്സയിലൂടെ ഇത് ഭേദമാകുമെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണം വേണ്ടി വരുമെന്ന് പറഞ്ഞു. തുടർച്ചയായ നിരീക്ഷണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരികയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ആന ആരോഗ്യവാനായി കണ്ടുവെങ്കിൽ പോലും പിന്നീട് ആനയുടെ ആരോഗ്യം കൂടുതൽ വഷളാകുകയും മുറിവിൽ പുഴുവടക്കം വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇനി ആനയെ മയക്കുവെടി വെച്ച് തന്നെ പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ചില പരിശോധനകൾ കൂടി വേണ്ടി വരുമെന്ന് ഈ അരുൺ സക്രിയ രാവിലെ പറയുന്നുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആനയെ അവിടെ നിന്നും പിടികൂടുകയോ മയക്കുവെടി വയ്ക്കുകയോ വേണം. ചികിത്സയ്ക്ക് അത് ആവശ്യമുണ്ട്. ഏതായാലും വലിയ ദൗത്യം തന്നെയാണ് അവിടെ നടത്തേണ്ടത്. ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ആനയ്ക്കരികിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ആനയുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണിച്ചത്. അതിൽ നിന്നും അതിൻ്റെ ആരോഗ്യം എത്രമാത്രം ക്ഷയിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ലെവിൻ കെ വിജയനും ആസിഫ് മുഹമ്മദുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.